മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. BCCI സെക്രട്ടറി ജയ്ഷ ICC ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യത. ജയ്ഷ വരും ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. വിശദാംശങ്ങൾ നൽകാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽ, BCCI സെക്രട്ടറിയാണ് ജയ്ഷ നിലവിൽ. എന്തായാലും അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് തലപ്പത്തേക്ക് വരുമോ എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് BCCI സെക്രട്ടറിയും ഒപ്പം തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനുമായ ജയ്ഷ എത്തുമോ എന്നൊരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിലവിൽ ICCയുടെ ചെയർമാനായ ഗ്രേഗ് ബാർക്ലെ ഇനി മൂന്നാമതൊരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത് വീണ്ടും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ജയ്ഷക്ക് വലിയ സാധ്യത ഇവിടെ തുറന്നു വരുന്നത്. ഈ മാസം 27 തീയതി വരെയാണ് ഈ ICC ചെയർമാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതായത് ഗ്രേഗ് ബാർക്ലെ ഈ മൂന്നാം തവണ വീണ്ടും ചെയർമാൻ സ്ഥാനത്തേക്ക് വരില്ലെങ്കിൽ ഈ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ജയ്ഷ തന്നെയാണ്. വിജയിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ജയ്ഷയ്ക്ക് പുറമെ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുകയാണെങ്കിൽ ഒക്ടോബർ 1 തീയതി ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകും. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ICCയുടെ മാനദണ്ഡ പ്രകാരം 16 വോട്ടുകളും ഒപ്പം തന്നെ 9 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമുള്ള ആളായിരിക്കും ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഇദ്ദേഹം ഈ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യക്കാരനായ 5ാമത്തെ വ്യക്തിയാണ് ICCയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഇതിനു മുന്നേ ജയ്മേഹൻ ഡാൽമിയ, ശരത് പവാർ, ഒപ്പം തന്നെ N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവർ ഈ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നവരാണ്. ഈ ഗ്രേഗ് ബാർക്ലെ 2020, 2022 വർഷങ്ങളിലായിരുന്നു ഈ ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ജയ്ഷ ICC ഫിനാൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ അഫയേഴ്സിൻ്റെ ഉപസമിതിയുടെ തലവൻ കൂടിയാണ്. ഇപ്പോൾ നിലവിൽ ബാർക്ലെ മൂന്നാമത് വീണ്ടും മത്സരത്തിനില്ല എന്നൊരു പ്രതികരണം നടത്തിയതോടുകൂടിയാണ് ജയ്ഷയുടെ സാധ്യതകൾ വളർന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും 27 തീയതിക്കുള്ളിൽ അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്നൊക്കെ നോക്കിക്കാണ്ടേയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാകും ഇദ്ദേഹം ഈ ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട് വ്യക്തതകൾ വരികയുള്ളൂ. ഭദ്ര, തീർച്ചയായും അമൽ, എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാകും എന്നുള്ളതും ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 27 തീയതിക്കുള്ളിൽ തന്നെ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. അമൽനാഥ് പാടിച്ചാലാണ് വിശദാംശങ്ങൾ നൽകിയത്.